ഇപ്പോ നമ്മുടെ ഇവിടുത്തെ തുരങ്കമില്ലേ, കുതിരാൻ തുരങ്കം, ആ തുരങ്കത്തെ കൂടി യാത്ര ചെയ്ത ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന കുടുംബം, ആ ഒരു കുട്ടിയടക്കാണ്. അവരുടെ അമ്മയുടെ വീട് പാലക്കാടാണ്, കോട്ടയത്തുകാരാണ്, പാലക്കാടാണ് അമ്മയുടെ വീട്. അവർ വന്നിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. ആശ്ചര്യപ്പെടുകയാണ് അവർ, എന്തൊരു മാറ്റം! ആ കുടുംബത്തെ യാദൃശ്ചികമായി കാണാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അവരെന്നോട് തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തൊരു മാറ്റം! ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും എനിക്ക് റോഡില്ലാലോ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. അത്ര സുന്ദരമായ റോഡ്. നാടിന്റെ മാറ്റമല്ലേ അതല്ല? ഈ മാറ്റം നമുക്ക് വേണ്ടേ? ആ മാറ്റം ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ നമ്മുടെ നാടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങള് അവരെ വിധി അങ്ങനെയായിപ്പോയി, ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് വെച്ചിരിക്കുകയാണോ സർക്കാർ വേണ്ടത്? അതാണോ സർക്കാരിന്റെ വഴി? അവരെ സാധാരണ ജീവിതത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നതല്ലേ സർക്കാർ ആലോചിക്കേണ്ടത്? ഇവിടെ 60 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകുന്നത്. ദൂർത്താണെന്ന് അഭിപ്രായമുള്ളവരുണ്ടാവും. പക്ഷേ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ആ പാവപ്പെട്ടവർ അർഹിക്കുന്നതാണത്. അതിനിയും വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സർക്കാർ. നമ്മുടെ രാജ്യമാകെ ദരിദ്രർ, അതിദരിദ്രർ വളരെ കൂടുതൽ. നമ്മുടെ കേരളത്തിൽ അതിദരിദ്രർ എത്രയാണ് എന്നൊരു കണക്കെടുത്തു. 64,006. എന്താ LDF ആലോചിച്ചത്? നമ്മുടെ നാട്ടിൽ അതിദരിദ്രർ ഇല്ലാതാവണം. അതായത് അതിദരിദ്ര കുടുംബം എന്ന അവസ്ഥ ഇല്ലാതാവണം. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് കരകയറ്റണം. എന്തു ചെയ്യണം? അവർക്ക് ആവശ്യമായ പിന്തുണ നൽകണം. ഇപ്പൊ 2025 നവംബർ 1 ഈ കേരളത്തിൽ ഒരൊറ്റ കുടുംബം അതിദരിദ്രാവസ്ഥയിൽ ഉണ്ടാകില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.